നമസ്കാരം. ഷാർജയിലെ ഫ്ളാറ്റിൽ കൊല്ലം സ്വദേശി അതുല്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അസ്വാഭാവികതയില്ല എന്ന സൂചന. ഇത് സംബന്ധിച്ച ഫോറൻസിക് ഫലം അതുല്യയുടെ ബന്ധുക്കൾക്ക് കൈമാറിയെന്നും റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ 19-ന് പുലർച്ചെയാണ് അതുല്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് സതീഷിന്റെ പീഡനത്തെ തുടർന്നാണ് അതുല്യ ജീവനൊടുക്കിയതെന്ന് ആരോപിച്ച് ബന്ധുക്കൾ രംഗത്തെത്തിയിരുന്നു. കേരള പോലീസും കേസെടുത്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ മൃതദേഹം നാട്ടിലെത്തിച്ചും പോസ്റ്റ്മോർട്ടം ചെയ്യും. റീപോസ്റ്റ്മോർട്ടം കേസിൽ നിർണായകമാകും. ഷാർജയിലെ പോലീസ് ആത്മഹത്യാവാദത്തിലേക്കാണ് എത്തുന്നത്. UAE-യിൽ ആത്മഹത്യയ്ക്ക് പോലീസ് നിയമ നടപടി എടുക്കാറില്ല. ഈ സാഹചര്യത്തിൽ നാട്ടിലെ കേസ് അതിനിർണായകമാകും. കൊല്ലം പോലീസ് സതീഷിനെ അറസ്റ്റ് ചെയ്യും. അതുല്യയുടെ മരണത്തിൽ സഹോദരി അഖില ഷാർജ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. അതേസമയം അതുല്യയുടെ മൃതദേഹം നാട്ടിൽ എത്തിക്കാനുള്ള നടപടികൾ ചൊവ്വാഴ്ച പൂർത്തിയാകും. അതുല്യയുടെ രേഖകൾ ഭർത്താവ് സതീഷ് ഇന്ത്യൻ കോൺസുലേറ്റിന് കൈമാറിയിട്ടുണ്ട്. അതുല്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് സതീഷിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു. ദുബായിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ സൈറ്റ് എഞ്ചിനീയർ ആയിരുന്നു സതീഷ്. അതുല്യയുടെ കുടുംബത്തിന്റെ പരാതിയിൽ സതീഷിനെതിരെ കൊല്ലം ചവറ തെക്കുംഭാഗം പോലീസ് കേസെടുത്തിരുന്നു. ഈ കേസിന്റെ അടിസ്ഥാനത്തിലാകും റീപോസ്റ്റ്മോർട്ടം നടത്തുക. ഭർത്താവിനെ നാട്ടിലെത്തിച്ച് അറസ്റ്റ് ചെയ്യാനും പോലീസ് ശ്രമിക്കും. ഇയാൾ ഷാർജ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് ഇപ്പോൾ ഉള്ളത്. മകൾ ക്രൂരപീഡനം നേരിട്ട് എന്ന അതുല്യയുടെ മാതാപിതാക്കൾ വെളിപ്പെടുത്തിയിരുന്നു. ഭർത്താവ് സതീഷ് നിരന്തരം മർദ്ദിക്കുന്ന കാര്യം അതുല്യ പറഞ്ഞിട്ടുണ്ട് എന്ന് അമ്മ തുളസി ഭായ് മാധ്യമങ്ങളോട് പറഞ്ഞു. സ്ഥിരം മദ്യപാനിയാണ് സതീഷ്. മദ്യപിച്ച് വന്നിട്ട് അതുല്യയെ ക്രൂരമായി മർദ്ദിക്കും. എന്തിനാണ് ഇങ്ങനെ സഹിച്ചു കഴിയുന്നതെന്ന് മകളോട് പലതവണ ചോദിച്ചിട്ടുണ്ട്. അതുല്യയോട് നാട്ടിലേക്ക് വരാൻ പറയുമ്പോൾ മാപ്പ് പറഞ്ഞ സതീഷ മകളെ ബ്രെയിൻ വാഷ് ചെയ്ത് നിർത്തുകയായിരുന്നുവെന്നും തുളസി ഭായ് പറഞ്ഞു. ഭാര്യ എന്ന ഒരു പരിഗണനയും മകൾക്ക് സതീഷ നൽകിയിട്ടില്ല എന്ന് അതുല്യയുടെ പിതാവ് രാജശേഖരൻ പിള്ളയും പറഞ്ഞു. മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യുമെന്ന് തോന്നുന്നില്ല. ബന്ധം വേർപെടുത്താൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും കൗൺസിലിങ്ങിന് ശേഷം ഒന്നിച്ചു പോവുകയായിരുന്നു. മകളോട് പലതവണ നാട്ടിൽ വരാൻ പറഞ്ഞതാണ്. അതുല്യ വീട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിച്ചുവെങ്കിലും സതീഷ് തടഞ്ഞുവെന്നും രാജശേഖരൻ പിള്ള വെളിപ്പെടുത്തി. സതീഷിന്റെ ക്രൂരത വിവരിക്കുന്ന അതുല്യയുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നിരുന്നു. ഇത്രയൊക്കെ കാണിച്ചിട്ടും സതീഷിനൊപ്പം നിൽക്കേണ്ട അവസ്ഥയിലാണെന്നും ധൈര്യമില്ലാത്തത് കൊണ്ടാണ് ആത്മഹത്യ ചെയ്യാത്തതെന്നും അതുല്യ ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട്. സഹോദരിക്ക് അതുല്യ അയച്ച മർദ്ദനത്തിന്റെ വീഡിയോ പോലീസ് കൈമാറിയിട്ടുണ്ട്. അതുല്യ മരിക്കുന്നതിന് മുൻപ് തൊട്ടടുത്ത കെട്ടിടത്തിൽ താമസിക്കുന്ന സഹോദരി അഖിലയ്ക്ക് സതീഷിൽ നിന്നേറ്റ ശാരീരിക പീഡനത്തിന്റെ തെളിവായുള്ള ഫോട്ടോകളും വീഡിയോകളും അയച്ചു കൊടുത്തിരുന്നു. മദ്യപിച്ച മതോന്മത്തനായി ഭാര്യയോട് കാണിക്കുന്ന പല ക്രൂരതകളും സതീഷ് ഈ വീഡിയോയിലൂടെ പ്രകടമാക്കിയിരുന്നു. കൂടാതെ അതുല്യയുടെ ശരീരത്തിൽ പല ഭാഗത്തും സതീഷിൽ നിന്നേറ്റ പീഡനത്തിന്റെ മുറിവുകളുമുണ്ട്. ദുബായിലെ അരോമ കെട്ടിട നിർമ്മാണ കമ്പനിയിൽ എഞ്ചിനീയറായ ഭർത്താവ് സതീഷ് രാത്രി അതുല്യയുമായി വഴക്കിട്ടിരുന്നതായി ബന്ധുക്കൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. തുടർന്ന് കൂട്ടുകാരോടൊപ്പം അജ്മാനിൽ പോയി പുലർച്ചെ 4 തിരിച്ചെത്തിയപ്പോഴാണ് അതുല്യയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സതീഷ് സ്ഥിരം മദ്യപിക്കുമെന്നും കുടിച്ചു കഴിഞ്ഞാൽ അതുല്യയെ ദേഹോപദ്രവം ചെയ്യുമെന്നും ബന്ധുക്കൾ തന്നെ പറഞ്ഞിരുന്നു. ഇതിന് തെളിവായാണ് ഫോട്ടോകളും വീഡിയോകളും ഇവർ സൂക്ഷിക്കുന്നത്.